ഈ ഭാഗം നിങ്ങൾക്ക് കണ്ട എല്ലാ പാറപ്പുറത്താണ് ഇരിക്കുന്നത്. ശക്തമായ പാറയുടെ മുകളിലാണ് മണ്ണ് മുഴുവൻ ഇരിക്കുന്നത്. അത് ഒരൊറ്റ ഊർച്ചയ്ക്ക് ഇങ്ങ് പോന്നാല് നമ്മുടെ ഈ വെലങ്ങാട് മുഴുവനും ഫുള്ള് മണ്ണിനടിയിലാവും. അത്രമാത്രം മണ്ണുണ്ട്. അത് ചുരുങ്ങിയ ഭാഗം പോന്നിട്ട് ഇതാണ് സ്ഥിതി. ചുരുങ്ങിയ ഭാഗം അത്രയും ഭാഗമേ പോന്നിട്ടുള്ളൂ. ആ മലയുടെ മണ്ണ് നിങ്ങൾ നോക്കും, അതിന്റെ ഒരു അംശം ഇങ്ങ് പോന്നിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇത്ര ഭയങ്കരമായ ഇതാണ് അവസ്ഥയാണ് ഇവിടുത്തെയൊക്കെ. എൻ്റെ പേര് സാബു. എൻ്റെ വീടാണ് അവിടെയാണ് എൻ്റെ വീട്. ആ ഊട്ടിയടിച്ച് എൻ്റെ നേരെ അടിവശം ആ കാണുന്നത് അവിടെയായിരുന്നു ഞങ്ങളുടെ 3 വീടുണ്ടായിരുന്നു. അതിന് നടുക്കത്തെ വീട് എൻ്റെ വീടാണ്. രാത്രി ഒരു 10 മണി മുതലാണ് ശക്തമായ മഴ ആരംഭിച്ചത്. ആ മഴയ്ക്ക് ശേഷം നമ്മൾ ആ സമയത്താണ് കിടന്നത് നല്ല ഉറക്കത്തിൻ്റെ സമയത്താണ് ഈ വെള്ളത്തിൻ്റെ ഒരു എരമ്പല് കേട്ട് സമയം ഒരു 12 കൂടിയാണ് വെള്ളത്തിൻ്റെ ഒരു എരമ്പല് കേട്ട് നമ്മൾ കണ്ണ് തുറക്കുന്നത്. അത് കണ്ണു തുറക്കാൻ കാരണം വെച്ചാൽ ഈ വന്ന ഉരുളല്ലാതെ വേറെ ഒരു ചെറിയ ഉരുള് നമ്മുടെ വീടിന്റെ നേരെ മുകൾ ഭാഗത്തു നിന്ന് വന്നു. ആ മുകൾ ഭാഗത്തു നിന്ന് വന്ന വീട്ടിലെ ആ ഉരുളിന്റെ വെള്ളമെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് മറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ഒച്ചയ്ക്കാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ അതിശക്തമായ ഒഴുക്കാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കത്തില്ല. എന്നാൽ വീടിന്റെ അങ്ങേ സൈഡിലേക്ക് പോയി നോക്കാമെന്ന് കരുതി അങ്ങേ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സൈഡിലും അതിലും ഭയങ്കരമായ വെള്ളം. പിന്നെ പ്രായമായൊരു ചാച്ചനാണ് എനിക്കുള്ളത്. ചാച്ചന് 76 വയസ്സുണ്ട്. അപ്പോൾ അതിന് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അതിന് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ. ചാച്ചന് വേഗം ഓടി മാറത്തില്ല. പിന്നെ എൻ്റെ ഭാര്യ മക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കയ്യെ പിടിച്ച് വേഗം ഓടി അപ്പുറത്ത് ചെന്നൊരു കല്ലെ ചാടി മറിഞ്ഞ് അവരുടെ കയ്യെ പിടിച്ച് അവരെ വലിച്ചു കയറ്റി ഞങ്ങൾ തൊട്ടടുത്തൊരു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ വീട്ടിലുള്ളവർ ഇവർ സംഭവങ്ങളൊന്നും അറിയുന്നില്ല. അവരെ കിടന്ന് ഉറക്കമായിരുന്നു. അവരെ വിളിച്ചെഴുന്നേറ്റ് കുറേ വിളിച്ചിട്ടാണ് അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവര് ഞങ്ങളുടെ വിളിയായിട്ട് എഴുന്നേറ്റ് അവർ തിണ്ണയിലെത്തിയപ്പോഴത്തേക്കും വീടിന് തിണ്ണയിലെത്തിയപ്പോഴത്തേക്കും മുകളിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് വെള്ളം അടിച്ചു കയറി. അപ്പോൾ അവരുടെ വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇങ്ങനെ തള്ളി ഞാൻ അവരെയും കൂടെ കൂട്ടി വേഗം അപ്പുറത്തൊരു വലിയൊരു പാറയുടെ കീഴിൽ പോയി നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോകാൻ സ്ഥലമില്ല. ഈ ഭാഗത്തുനിന്ന് വെള്ളം വരുന്ന അങ്ങേ സൈഡില് ഈ വലിയ ഉരുള് പൊട്ടിയ ആ ചാലിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. ആ ചാലിൽ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കാലയിൽ വല്ലാണ്ട് ഉറുമ്പ് കയറി അങ്ങ് പൊതിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അവിടെ 1 മിനിറ്റ് പോലും നിൽക്കാൻ മേലാത്ത ഒരവസ്ഥയായി. ഞങ്ങൾ വേഗം പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോവാം, വേഗം കുറേ കൂടെ മുകളിലേക്ക് പോവാം. മുകളിൽ നിന്നാണ് ഈ ഉരുളെല്ലാം വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ സ്ഥലമുള്ളൂ. ഞങ്ങൾ പിന്നെ മുകളിലേക്കാണ് പോകുന്നത്. മുകളിൽ കയറി അവിടെ ഒരു വീടുണ്ട്. ആ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ കയറി അവിടെ വന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നു. അവിടെ 2 പേരുണ്ട്. ഒരു ചേച്ചി സാമാന്യൻ എന്ന് പറയുന്നത് ചേട്ടനൊരു ചേച്ചി ഉണ്ടായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തെ ഒരു വീട്ടിലെ 2 പേരുണ്ട്. അപ്പച്ചൻ എന്ന് പറഞ്ഞ അവരുടെ കുടുംബമുണ്ട്. അവർ 2 പേരും അവിടെ ഉണ്ട്. ആ 2 കുടുംബത്തിലെ 4 പേര് അവരവിടെ. ഞങ്ങളങ്ങനെ 9 പേര് അവിടെ എത്തി. 9 പേര് അവിടെ എത്തി. ഞങ്ങൾക്ക് വേഗം ചായ അല്ല വരാൻ ചായ കുടിച്ച് ഗ്ലാസ് കൊടുത്ത് ആ സമയത്തിന് മുകളിൽ നിന്ന് അതിഭയങ്കരമായൊരു സൗണ്ട് കേൾക്കാം. ആ സമയം വരെ ഒരു ഉരുള് പൊട്ടി. ആദ്യത്തെ ഉരുള് ആ അതിഭയങ്കരമായ സൗണ്ട് കൂടി ആദ്യത്തെ ഉരുളി ഇങ്ങ് കടന്നു വന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞ എല്ലാം പോയി. ഭയങ്കര കിടിലം കൊള്ളുന്ന ഒരു ശബ്ദത്തോടുകൂടിയാണ് ഇത് വരുന്നത്, ഒരു എരമ്പലോടുകൂടി. അതിന്റെ ഒച്ച നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒച്ച അല്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇത് കഴിഞ്ഞ ആദ്യത്തെ ഉരുളി ഇങ്ങ് പോന്നു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നു. വീണ്ടും ഞങ്ങള് ഭയങ്കരമായ പേടി തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും വിറയ്ക്കുന്നുണ്ട്. ജീവൻ പോയൊരവസ്ഥ. അവിടുന്ന് നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന സമയം 10 മിനിറ്റിനുള്ളിൽ അടുത്ത ഉരുൾ വന്നു. അതിലും വലിയൊരു ഉരുള്. ആ ഉരുൾ വന്നപ്പോൾ മുകളിലുള്ള കുറച്ച് വീടെല്ലാം എടുത്തിങ്ങ് പോന്നു. അപ്പോഴൊന്നും നമ്മുടെ വീട് പോയിട്ടില്ല. പിന്നെ ഞങ്ങള് ഇതോടെ തീർന്നിരിക്കും എന്ന് വിചാരിച്ചൊരു ആശ്വാസം വരുന്ന ഒരു സമയമായപ്പോൾ തന്നെ ഒരു 2 മണിയോടടുത്തുള്ള സമയത്ത് ഭൂമി വിളരുന്ന ഒരു സൗണ്ട് കേട്ടു. അതിഭയങ്കരമായ ഒരു സൗണ്ട്. അത് ഇങ്ങ് പൊട്ടിപ്പറവാണ്. നമ്മുടെ തലയുടെ മുകളിൽ കൂടെയാണ് പോകുന്നത്. നമുക്ക് ഭയങ്കര ഒരു അനുഭവം. അതിന്റെ ഒച്ചയും ബഹളവും എല്ലാം ഈ മരങ്ങൾ അമ്മാമി കൂട്ടിയ കല്ല് അമ്മാമി കൂട്ടിയടിക്കുന്ന സൗണ്ട്, ഇതെല്ലാം കൂടെ നമുക്ക് ചങ്ക് പിറയ്ക്കുന്ന ഒരു സൗണ്ടാണ്. ഞങ്ങളെല്ലാവരും മരിച്ചു എന്ന് തീരുമാനിച്ച് ഞങ്ങൾ 9 പേരും കൂടെ ഒപ്പരം കെട്ടിപ്പിടിച്ച് അവിടെ നിന്നു. ആ സമയത്ത് ഈ ഉരുളിന് മുന്നേ എവിടുന്നോ തെറിച്ച് വന്നൊരു കല്ല് ഞങ്ങൾ നിന്ന വീടിന്റെ പുറയിൽ വന്നടിച്ചിട്ട് ജനലെല്ലാം കൂടെ അടിച്ചു പൊട്ടിച്ച് ആ വീടിനുള്ളിലാണ് ആ കല്ല് കിടന്നത്. അങ്ങനെ അത് ഞങ്ങൾ ഉറപ്പിച്ചു ഇതിന്റെ പുറകെ വരുന്നത് ഉരുള് നമ്മളെ മുഖത്ത് തന്നെയാണ് വരുന്നതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ ഉരുളും ശക്തമായ കുലുക്കത്തോടുകൂടി ഭൂമിയെല്ലാം കുലുങ്ങി ഞങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചിങ്ങനെ നിന്നു. ഞങ്ങൾ പോയി. ഇതാ പോകേണ്ട സമയം ജസ്റ്റ് സെക്കൻഡ്. ആ സെക്കൻഡ് ഞങ്ങൾ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ ഉരുള് ഞങ്ങളെ സ്പർശിക്കാതെ അങ്ങൊരു വലിയ മലയുണ്ട്. ആ മലയുടെ മണ്ടയിൽ കയറി ചെരിഞ്ഞ് നമ്മളെ ഒഴിവാക്കി ഇങ്ങനെ പറഞ്ഞ് മാറിപ്പോവുകയാണ് ചെയ്തത്. ആ വന്ന് മാറിയ മാറ്റം നമ്മുടെ എല്ലാം വീടെടുത്തു പോയി.
വീട്ടിലൊന്നും ഒരു സാധനവും ഇല്ല. ഞാനാകെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കയ്യിൽ കൊണ്ട് മാത്രം ധരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു സാധനവും വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. സകല സാധനവും നഷ്ടപ്പെട്ടു. മക്കളുടെ സ്കൂളിലെ സർട്ടിഫിക്കറ്റുകള്, പ്ലസ് ടു കഴിഞ്ഞാണ് ഇളയ മോന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വീട്ടിലുണ്ട്. അങ്ങനെ സ്പോർട്സിൽ എല്ലാം പങ്കെടുത്ത സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരുന്നു. നാഷണൽ മീറ്റിലെല്ലാം പങ്കെടുത്ത എല്ലാ സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടു. ആധാരം, ID കാർഡ്, ഫോൺ നമ്പർ, ഫോണ്, സകല സാധനം നഷ്ടപ്പെട്ടു. ഭാര്യയുടെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. എല്ലാ സാധനവും നഷ്ടപ്പെട്ടു. ഒരു സാധനം ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി ഞങ്ങള്. അപ്പോൾ അതിന്റെ പിറ്റേന്ന് രാവിലെ എൻ്റെ മോൾ എന്നെ വിളിച്ചു. മോള് ബാംഗ്ലൂരാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൾ എന്നെ വിളിച്ചു. അത് ഭയങ്കര കരച്ചിലും സങ്കടവും. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്, ഞങ്ങൾ ഇവിടെ ജീവനോടെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ അതുവരെ കരഞ്ഞിട്ട് പോലും ഇല്ല. എനിക്കൊരു നമ്മളെല്ലാം നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ ജീവൻ ബാക്കി കിട്ടി. എന്നെ നമുക്ക് പൊരുതാന്നുള്ള ധൈര്യം എനിക്കുണ്ട്. എനിക്ക് 52 വയസ്സായി. എന്നപ്പോൾ നമ്മുടെ ജീവിതം മൂലം നമ്മൾ അധ്വാനിച്ചാണ് എല്ലാം പോയത്. എങ്കിൽ പോലും എനിക്ക് അന്നായി തോന്നാത്തൊരു സങ്കടം. എൻ്റെ മോൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അതെന്റെ ചങ്ക് വെട്ടിപ്പൊളരുന്നൊരു വേദനയായിപ്പോയി. കാരണം ഞങ്ങൾ വരുമ്പോൾ അവർ 6 മാസം 1 വർഷം കൂടി വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് അവരെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, എൻ്റെ പപ്പേ, ഞങ്ങൾ വരുമ്പോഴേ പപ്പ ഓടി വരുമായിരുന്നു ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ. എന്നെയും ഞങ്ങൾ വരുമ്പോൾ പപ്പ ഞങ്ങളെ കൂട്ടി എങ്ങോട്ട് പോകും? അത് ആ ഒരു ചോദ്യം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഞാൻ ഒരുപാട് കരയേണ്ടി വന്നു. അതിന് മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് ഒരു സങ്കടവും തോന്നിയിട്ടില്ല. പക്ഷെ മോളിലെ ചോദ്യം പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതന്നെ. ഒരു വീടില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ, നമ്മുടെ മക്കളൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുള്ള ഒരു അവസ്ഥ. അതുപോലെ ഞാൻ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ. ഇതിപ്പം ആ വീടൊക്കെ എന്ന് വെച്ചാൽ അവിടെ പണി തീരുന്നതിന് മുന്നേ അത് നഷ്ടപ്പെട്ടു. 700 രൂപ കൂലിക്ക് സെക്യൂരിറ്റി പണി എടുത്ത് നടത്തുന്ന ഒരു മനുഷ്യൻ വെച്ച പെരയാണ്. അവനൊക്കെ ഈ അടുത്ത മാസങ്ങളിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ ഒരു 4-5 ലക്ഷം രൂപ പിന്നെ ലോൺ എടുത്തിട്ട് ബാക്കി പണികൾ വാങ്ങിച്ച് ഇങ്ങോട്ട് പോരാണ് തയ്യാറെടുപ്പില്ലായിരുന്നു അവരൊക്കെ. അതുമല്ല ഇനിയിപ്പോൾ ഒരു രീതിയിൽ അവിടെ ഒന്നും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ ഭാഗത്ത് ഒരുപാട് പേര്, ഈ പ്രദേശം മുഴുവൻ ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയാണ്. എന്തായാലും ഇവിടെ മാത്യു മാഷിന്റെ ഒരാളുടെ ജീവന് മാത്രമേ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിലപ്പെട്ട ജീവന്. പിന്നെ ബാക്കി ആർക്കും ഒരു പോറൽ പോലും പറ്റാതെ തമ്പുരാൻ ഈശ്വരൻ കാത്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. 2 ഉരുൾ പോയതിനു ശേഷമാണ് പുള്ളി അപ്പുറത്ത് പോകുന്നത്. 3ാമത്തെ ഉരുളിന് അവിടെ ഇരുന്ന് ആ പീടികയും വലിയൊരു പാറയുണ്ടായിരുന്നു, ഒരു ഗ്രോട്ട ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ അടിച്ച് അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ ഇവിടം പോയില്ലായിരുന്നെങ്കിൽ അവിടെ സണ്ണിച്ചേന്റെ വീട്ടില് ഒരു 10-40 പേര് അവിടെ ഒന്നിച്ച് ആ വീട്ടിലാണ് കയറിയിരുന്നത്. ആ ഉരുള് തള്ളി പോയത് കൊണ്ട് ഇത് അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോയിരുന്ന അവിടെ ഒരുപാട് വീടുകളും ഒരുപാട് ജീവിതങ്ങളും നഷ്ടപ്പെട്ടു പോയേനെ. ജീവൻ പിടിഞ്ഞു പോയത്, നഷ്ടപ്പെട്ടു പോയത്. ഇദ്ദേഹത്തിന്റെ ഒക്കെ വീട് മുഴുവൻ പോയതാണ്. ഇദ്ദേഹത്തിന്റെ വീടാണ് തൊട്ട് താഴെ കാണുന്ന വീട്. കുട്ടിഞ്ഞാടെന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ സകല സമ്പാദ്യം നഷ്ടപ്പെട്ട മനുഷ്യൻ. ഇവിടെ ഇനിയിപ്പം ജീവിക്കാനാവുകയല്ല. ഇവിടെയുള്ള ആർക്കും ജീവിക്കാനാവില്ല. കാരണം ഇനി ഇതിന്റെ ബാക്കി ഇങ്ങനെ ഈ കൊല്ലം തന്നെ ഇനി ഇവിടെ ഉരുള് പൊട്ടി. ഉടൻ തന്നെ ഒരു മഴയത്ത് ഏത് നിമിഷം അവിടുന്ന് പോരാവുന്ന അവസ്ഥയിലാണ് അതിന്റെ മണ്ടയല്ല ഇരിക്കുന്നത്. അവിടെ മുഴുവൻ വിണ്ട് കീറിയാണ് അവിടെ ഇരിക്കുന്നത്. ആ പ്രദേശം ഇത് മുഴുവൻ പാറയാണ്, ഒറ്റപ്പാറയാണ്. ആ പാറയുടെ മുഴുവൻ ഇരിക്കുന്ന ആ മണ്ണ് മുഴുവൻ ഇളകിപ്പോയി. അതിന് വലിയ മഴയൊന്നും വേണ്ട, 1 മണിക്കൂർ മഴ പെയ്താൽ അവിടെ പൊട്ടിപ്പോയി. നോക്കണ്ടേ, ഇവിടെ ഒന്നും ഒരു മനുഷ്യനും താമസിക്കാൻ പറ്റില്ല. ഇതിലൂടെ കയറി നടക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാം നല്ല റോഡുകൾ ഉണ്ടായിരുന്നതാണ്. ആ ഭാഗത്ത് റോഡാണ്. ഈ റോഡെല്ലാം നശിച്ചു. ഇനി മനുഷ്യന് അവരുടെ ഭൂമിയിലേക്ക് പോകാൻ പറ്റുമല്ല.